ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ കേശിക്കുട്ടൻ്റെ പിറന്നാൾ ദിവസമാണിത്. 4ാമത്തെ പിറന്നാൾ ദിവസം. എവിടെ പോയ ശേഷം നമ്മൾ അമ്പത്തി ഏതമ്പലത്തിൽ രാമൻ കയറിയ അതെ, അമ്പലത്തിൽ പോവാണ് ഞങ്ങൾ 3 പേരും കൂടെ. കേശൂട്ടൻ മകയിര നക്ഷത്രം കർക്കിടക മാസത്തിലുള്ളതാണ്. അപ്പോൾ പിറന്നാൾ ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. പറ്റുമെങ്കിൽ ഒരു പായസമൊക്കെ വെക്കണം. ബർത്ത്ഡേ 14-ാം തീയതിയാണ്. അന്നായിരിക്കും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ രാവിലെ എണീറ്റ് ചേട്ടൻ ഏത് അമ്പലത്തിൽ പോകണമെന്ന് ചോദിച്ചപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തന്നെ ആഗ്രഹം വന്നത് ചോറ്റാനിക്കര പോകണമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു ചോറ്റാനിക്കര വരെ പോകാമെന്ന്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. ഇടറോഡ് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ചോറ്റാനിക്കര അമ്പലത്തിൽ എത്താം. ഇതിനു മുമ്പ് ചോറ്റാനിക്കര അമ്പലത്തിലെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു ചോറൂണ് വീഡിയോ. അപ്പോൾ പോകുന്ന വഴി കേശൂട്ടൻ്റെ രസകരമായ നിമിഷങ്ങളായിരുന്നു. പിന്നീട് കുറച്ചു ദൂരം പോകുന്ന കണ്ടപ്പോഴേ കേശുട്ടന് വഴിയൊക്കെ മനസ്സിലായി. അവൻ പറയുന്നത് കഴിഞ്ഞ വട്ടം ചോറ് കൊടുക്കാൻ പോയല്ലോ, അപ്പോൾ വാവയെടുത്താണോ ചോറ് കൊടുക്കാനാണോ പോകുന്നു പറയുമായിരുന്നു കേശു. വാവയെടുത്ത് ചോറ് കൊടുത്തപ്പോ വന്നാണ് ഞങ്ങൾ ഇവിടെ വെച്ചോണ്ടി. സാധാരണ ഞങ്ങളെപ്പോഴും ഓപ്പോസിറ്റ് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നാണ് പാർക്ക് ചെയ്ത്. അങ്ങനെ ചേട്ടനെ ഇവിടെ കൊണ്ടുപോകുന്നത് പാർക്ക് ചെയ്യുക. തീരെ തിരക്കില്ലായിരുന്നു. ഞങ്ങളകത്ത് കയറി തൊഴുതു. എന്താണെന്നറിയത്തില്ല, ഞാൻ ഓൺ ചെയ്തായിരുന്നു വീഡിയോ സാധാരണ വെക്കാറ്. അതുകൊണ്ട് എന്തോ ഓഫാകാൻ എന്തോ മറന്നുപോയി. നേരത്തെ കാണിച്ചത് വീഡിയോ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ എടുത്ത വീഡിയോ അല്ല, വീഡിയോ ഇങ്ങനെ ഓണായി കിടന്ന വീഡിയോ ആയിരുന്നു. എന്തായാലും പിന്നെ അതാ ക്ലിപ്പും കൂടെ ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ തന്നെ കേശൂട്ടന് അവിടെ കണ്ടല്ലോ, മറ്റേ നമ്മുടെ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവിടെയാണ് അവൻ പോയത് ആദ്യമായിട്ട്. അതിനുശേഷം ഞങ്ങൾ നമ്മുടെ മേൽക്കാവിൽ തൊഴുത് കഴിഞ്ഞിട്ട് കീഴ്ക്കാവിൽ വന്നു. അപ്പം കുളം കണ്ടപ്പോൾ പിന്നെ കുളത്തിലൊന്നും നോക്കാതെ പറ്റത്തില്ലല്ലോ. കുളത്തിൽ ആമയെ തിരക്കി നടക്കുമായിരുന്നു. കേശുട്ടും കാണാൻ പറ്റിയില്ല. മഴയില്ലാത്തൊരു ദിവസമായിരുന്നെങ്കിലും നമ്മൾ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൊണ്ടുവന്നത്. തിരക്ക് തീരുമില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ അകത്ത് ഞങ്ങൾ തൊഴുതിറങ്ങി. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങാൻ പറ്റി. എല്ലാം സമാധാനത്തോടെ തൊഴുതിറങ്ങാൻ പറ്റി. പിന്നെ പ്രസാദം വാങ്ങിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും പ്രസാദം നമുക്ക് തീർത്ഥവും ചന്ദനമൊക്കെ തരുമല്ലോ. നമ്മൾ ക്യാഷ് ഇടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരുന്നു പുറത്തിരിക്കുന്ന പൂജാരി നമുക്ക് ഇലയിൽ ഇങ്ങനെ പ്രസാദം വെച്ച് തരും. ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. എന്തായാലും എല്ലായിടും പൈസ നോക്കിയിട്ടേ ദൈവത്തിൻ്റെ പ്രസാദം പോലും നമുക്ക് തരത്തുള്ളൂ. ജസ്റ്റ് ആ ഒരു ചന്ദനം തരുന്നതിന് വരെ പൈസ, അത് എങ്ങനെ തരുന്നു എന്നുള്ളതാണ്. പൈസ ഒക്കെയാണ് എല്ലായിടും. അതൊരു നെഗറ്റീവായിട്ട് തോന്നി. ഞങ്ങളതും പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതിനുശേഷം അമ്പലമായിരുന്നു ഇന്നത്തെ മെയിനായിട്ട്. വേറെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ മഴയാണ്. 14-ാം തീയതി അവൻ്റെ ബർത്ത്ഡേ വരാനിരിക്കുന്ന നല്ല ബർത്ത്ഡേയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ആ വീഡിയോ കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കേശു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പുതിയ ഉടുപ്പിട്ടാണ് കേശു ഇന്ന് ഞങ്ങൾ വാങ്ങിക്കൊടുത്ത പിറന്നാൾ കോടി. പുതിയ ഡ്രസ്സ് ഇച്ചിരി ചെറുതായി പോയി, പിന്നെ മാറാനൊന്നും നിന്നില്ല. പുത്തൻ കോടി ഉടുത്ത് തന്നെയാണ് കേശുട്ടൻ അമ്പലത്തിൽ വന്നത്. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അമ്പലങ്ങളിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അതുകൊണ്ട് തന്നെ
അമ്പലത്തിൽ വരണമെന്നായിരുന്നു. കാരണം ബർത്ത്ഡേ ദിവസം വരാൻ പറ്റുമെന്ന് അറിയത്തില്ല, പിറന്നാൾ ദിവസമാണ് സാധാരണ ഞങ്ങൾ വരുന്നത്. പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങി വീട്ടിലേക്ക് പോവാണ്. അതിനു മുമ്പ് കുറച്ച് നേരം അവിടെ ഇരുന്നു, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചു വിശേഷം, പിറന്നാൾ ദിവസത്തെ വിശേഷം. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും വരും. എല്ലാവരും മറക്കാതെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ഇടുന്ന വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതിനുശേഷം പുറത്തിറങ്ങിയ ശേഷം ആദ്യം തന്നെ നമ്മൾ അവന് PP എന്തോ വേണമെന്ന് പറഞ്ഞ് പോയായിരുന്നു. ആദ്യം വാങ്ങിക്കൊടുത്തില്ല, രണ്ടാമത് ചെന്നു. പക്ഷെ ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഇപ്പം ഞങ്ങൾ പോവുകയാണ്.